അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അപ്പോൾ നമ്മുടെ പാഠഭാഗം ഇനി നമ്മളിപ്പോൾ നസ്മിനെ കുറിച്ച് പഠിച്ചു, ഖസീദ പഠിച്ചു, മർസിയ പഠിച്ചു, മസ്നവി പഠിച്ചു. കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക എന്നതാണ് ഈ പാഠം കൊണ്ട് ലക്ഷ്യീകരിക്കുന്നത്. അല്ലാതെ വാക്കർത്ഥം അങ്ങനെ വെച്ച് പോകുന്ന ആ ഒരു ഉദ്ദേശം ഈ പാഠത്തിനില്ല. അതുകൊണ്ടാണ് നമ്മൾ വേഗത്തിൽ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഇനി നമുക്ക് റുബായിയെക്കുറിച്ച് മനസ്സിലാക്കിയാലോ. ഗസൽ, ഖസീദ और मसनवी की तरह रुबाई का नाम भी अरबी से निकला है. ഗസൽ, ഖസീദ, മസ്നവി എന്നതിൻ്റെ ഒക്കെ പോലെ തന്നെ റുബായിയും അറബി പദം തന്നെ. ये लफ्ज़ रुबु से बना है जिसके माना चार के हैं. റുബു എന്ന പദം അഥവാ 4 എന്ന അർത്ഥത്തിലുള്ള റുബു എന്ന പദത്തിൽ നിന്നാണ് അതെടുക്കുന്നത്. ഇസ് എഴുത്തിബാർ സെ റുബായി ചാർ മിസ്രാം വാലി നസ്ം കോ കഹത്തെ ഹെ. അപ്പോൾ ആ പദം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 4 മിസ്രകളുള്ള കവിതകൾക്കാണ് റുബായി എന്ന് പറയപ്പെടാറുള്ളത്. റുബായി കോ ദോ ബൈത്തി ഓർ തറാന ഭി കഹാ ജാതാ ഹെ. റുബായിയെ ദോ ബൈത്തി എന്നും തറാന എന്നും വിളിക്കാറുണ്ട്. ലേക്കിൻ ഹർ ചാർ മിസ്രയെ വാലി നസ്ം കോ റുബായി നഹി കഹത്തെ. പക്ഷേ എല്ലാ 4 മിസ്രകളുടെ കവിതക്കും റുബായി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം റുബായി एक ख़ास बहर और मखसूस वज़न के तहत लिखी जाने वाली 4 മിസ്റാओं की नज़म होती है. കാരണം എന്തെന്ന് വെച്ചാൽ റുബായിക്ക് ഒരു പ്രത്യേക ബഹറും അതുപോലെ വസ്നും ഉണ്ട്. അതിൻ്റെ കീഴിൽ മാത്രമേ അത് എഴുതപ്പെടാൻ പാടുള്ളൂ. ഈ ബഹർ ഏതാണ്? റുബായിക്ക് സവിശേഷമായ ബഹർ ഏതാണ്? ഇസ് ബഹർ കാ നാം ഹസ്ജ് ഹെ. ഹസ്ജ് എന്നാണ് ഈ ബഹറിൻ്റെ പേര്. ആ ബഹർ എങ്ങനെയാണ് വരിക എന്നത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറൂലയിൽ പഠിക്കും. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇതിന് പ്രത്യേകമായൊരു ബഹറുണ്ട്, പിന്നെ അതുപോലെ ഒരു വസ്നുണ്ട്. ബഹറിൻ്റെ പേര് വേണമെങ്കിൽ മനസ്സിലാക്കിച്ചോളി, ഹസ്ജ് എന്നാണ്. നമ്മൾ ബഹർ എന്ന് പറഞ്ഞാൽ മുസ്തഫ്ഇലുൻ ഫായിലുൻ മുസ്തഫ്ഇലുൻ ഫായിലു മുസ്തഫ്ഇലുൻ ഫായിലു മുസ്തഫ്ഇലുൻ ഫായിലു അത്തരത്തിലുള്ള അതൊക്കെയാണ് മുസ്തഫ്ഇലും മുസ്തഫ്ഇലും മുസ്തഫ്ഇലു മുസ്തഫ്ഇലും മുസ്തഫ്ഇലും മുസ്തഫ്ഇലു. അങ്ങനെ ഫായിലാത്തുൻ ഫായിലുൻ ഫായിലാത്തുൻ ഫായിലുൻ ഇങ്ങനത്തെ പല ബഹറുകളും അറബിയിലുണ്ട്. അതിൽപ്പെട്ട ഹസ്ജ് ആണ് ഇതിനുള്ളത്. अतर മനസ്സിലാക്കിയാൽ മതി. रुबाई के लिए ये लाजिमी है कि इसका पहला, दूसरा और चौथा मिसरा हम काफिया हो. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റുബായിക്ക് പ്രത്യേകമായ നിർബന്ധമായ ഒരു കാര്യമാണ് ആദ്യത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും. ആദ്യത്തെ 1, 2, 4, മൂന്നാമത്തെ ഒഴിവാക്കിട്ടോ 1, 2, 4 അത് ഹം കാഫിയ കാഫിയ ഒത്തതാകണം. കഭി കഭി തീസറ മിസ്ര ഭി ഹം കാഫിയ ഹോത്താ ഹെ. ചിലർ അതിൻ്റെ മൂന്നാമത്തെ മിസ്ര കൂടെ ഹം കാഫിയ ആക്കാറുണ്ട്. ഖിത്തയെ പെഹലെ ദോ മിസ്രോं का हम काफिया होना ज़रूरी नहीं. എന്നാൽ ഖിത്തയാണെങ്കിൽ ഇനി ശേഷം വരാൻ പോകുന്ന ഖിത്ത അതിൻ്റെ ഖിത്തയുടെ ആദ്യത്തെ 2 മിസ്രകൾ കാഫി ഒത്തതാവൽ നിർബന്ധമില്ല. മസ്മൂൻ के एतबार से चारों मिसरां से बात का मतलब वाज़िह होता है. എന്നാൽ ഒരു കാര്യം, ഒരു മസ്മൂൻ എന്ത് വിഷയാധിഷ്ഠിതമായിട്ടാണോ ഈ കവിത കൊണ്ടുവന്നിട്ടുള്ളത് അത് ആ 4 വരിയിൽ ഉൾപ്പെട്ടിരിക്കും. ആ 4 വരി കൊണ്ട് വ്യക്തമായതായിരിക്കും. रुबाई का आखिरी मिसरा ख़ास तौर से बहुत ज़ोरदार होता है. റുബായിലെ അവസാന വരിക്ക് ഒന്ന് വളരെ ശക്തമായ ഒരു വളരെ ജോർദാർ, വളരെ പവർഫുള്ളായിരിക്കും. പവർഫുൾ എന്ന് പറഞ്ഞാൽ 4 ആൾക്കാരെ വെട്ടി വീഴ്ത്താൻ കഴിയുന്നല്ല, അത്രയും നല്ല പുർ അസറായ, വളരെ സ്വാധീനിക്കാൻ കഴിയുന്ന, വളരെ രസകരമായ അർത്ഥഗർഭമായ വരിയായിരിക്കും അവസാനത്തെ ആ 4ാമത്തെ മിസ്രയിനുണ്ടാവുക. ये पूरी रुबाई का निचोड़ और नुक्ता उरूज होता है. ഇത് ഈ 3 നേരത്തെ പറഞ്ഞ 3 വരികളുടെയും അതിൻ്റെയൊക്കെ എന്താണ് നുക്ത നസർ, വ്യൂ പോയിൻ്റ് എന്താണ്, അതാണ് അതിൻ്റെ ആ നിച്ചോട്, ആ പിഴിഞ്ഞെടുത്ത സത്താണ് ആ 4ാമത്തെ വരി ഉണ്ടാകുക. മാനയ്ക്ക് എത്തിബാർ സെ रुबाई में हुस्न इश्क अखलाक फ़लसफ़ा तसव्वुफ़ मज़हब पंदो नसीहत और शायर के ज़ाती हालात का बयान होता है. അത് റുബായിൽ സൗന്ദര്യവും സ്വഭാവവും ഫിലോസഫിയും തസവുഫും സൈദ്ധാന്തികമായിട്ടുള്ള മതകീയമായിട്ടുള്ള അതുപോലെ പല വിധത്തിലുള്ള നസീഹത്തുകളും വാലുകളും ഒക്കെ ഉപദേശങ്ങളും ഒക്കെ ഇതിലുണ്ടാവാറുണ്ട്. റുബായി में अल्फाज के इंतखाब और उस्लूब बयान में मतानत और मौजूनियत का ख्याल रखना ज़रूरी है. ഇതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇത് കൊണ്ടുവരുന്ന ശൈലി, ഇതിലെ പദം കൊണ്ടുവരുന്ന ശൈലി, ഉസ്ലൂബ്, ഇതിൻ്റെ കവിതകൾ കൊണ്ടുവരുന്ന ആ ഉസ്ലൂബ് ഒക്കെ നന്നായി
ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. ഉറുദു ഷായരി में रुबाई की रिवायत ज़माने क़दीम से चली आ रही है. പഴയ കാലം മുതൽക്ക് റുബായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഷിമാലി ഹിന്ദ് में बेशतर शायरों ने कुछ न कुछ रुबाइयाँ ज़रूरी कही हैं. ഷിമാലി ഹിന്ദിയിലുള്ള വടക്കേ ഇന്ത്യയിലുള്ള അധിക കവികളും വല്ല റുബായിയും പാടാതെ പോയിട്ടില്ല. शिमाली हिंद के मशाली तो शिमाली हिंद के मशहूर शायरों में मिर्ज़ा मोहम्मद रफ़ी सऊदा ने तकरीबन तमाम मज़ामीन बांधे हैं. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പരമാവധി എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സൗദ കവിത പാടിയിട്ടുണ്ട്. ഉൻകി एक മദഹിയ റുബായി देखिए, അദ്ദേഹത്തിൻ്റെ ഒരു മദഹിയ റുബായിയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റൊരാളാണ്, അപ്പോൾ സൗദയെ നമ്മൾ പരിചയപ്പെടുത്തി. ഇനി അടുത്തതാണ് ഖാജ മീർ ദർദ് കോ റുബായി കഹ്നെ പർ പൂരി കുദറത്തി, അദ്ദേഹം കവിത പാടിയിട്ടുണ്ട് എന്നർത്ഥം. അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടായിരുന്നു ഇത് പാടാൻ. ഉനുവിനെ ഫാരിസി और ഉറുദു दोनों जुबानों में रुबाइयाँ कही हैं. ഫാരസിയിലും ഉറുദുവിലും അദ്ദേഹം റുബായി പാടിയിട്ടുണ്ട്. മീർ തക്കി മീർ भी कामयाब रुबाई निगार हैं. गज़ल में उनका जो अंदाज़ बयान है वो यहाँ भी कायम है, इसलिए उनकी रुबाई भी हुस्न यस और सूज़ व गुदाज है. മീർ തക്കി മീർ അദ്ദേഹം, ഖാജ മീർ ദർദ് അദ്ദേഹം വളരെ ദുഃഖത്തിലലിഞ്ഞ വേദനയിലലിഞ്ഞ കവിതകളാണ് ഗസലിനും ഉപയോഗിച്ചത്. അതേ ശൈലി തന്നെയാണ് റുബായിക്കും ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഉദാഹരണം നമുക്ക് താഴെ കാണാം. കായിം ചന്ദ്പൂരി, മിർസ ജാഫർ അലി ഹസ്രത്ത്, പിന്നെ അഹ്സനുല്ലാ ഖാൻ ബയാൻ, അവരൊക്കെ കവിതകൾ എഴുതിയതായിട്ട് കാണാം. ഇനി അടുത്ത പേര മീർ അനീസ് കി റുബായിയാമെ തമാം മസാമിൻ മിൽത്തെ ഹെ. മീർ അനീസിൻ്റെ കവിതകളിൽ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം കവിത എഴുതിയതായിട്ട്, റുബായി എഴുതിയതായിട്ട് കാണാൻ കഴിയും. उन्होंने मजहबी मौज़ूआत पर बहुत ज़्यादा रुबाइयाँ कही हैं. മതകീയമായിട്ടുള്ള പല വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട്. ചൂങ്കെ ബുനിയാദി എഴുത്തിബാർ സെ മർസിയ ഗൂത്ത് ഹെ, ഉസ്ലിയെ ഉൻഹോനെ വാക്കയാത്തെ കർബല പർ റുബായിയാം ഭി കഹി ഹെ. അദ്ദേഹം ഒരു മർസിയ പാട്ടുകാരനാണ്, മർസിയ എഴുത്തുകാരനാണ് എന്നതുകൊണ്ട് തന്നെ മീർ അനീസ് എന്നിവർ അദ്ദേഹം കർബലയെക്കുറിച്ചും റുബായി പാടിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, സവിശേഷത. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. 1857 के नाकाम इनकलाब के बाद जब तमाम हिंदुस्तान पर अंग्रेज़ों का पूरा कब्ज़ा हो गया तो हिंदुस्तानियों के सामने उसके अलावा कोई चारा नहीं था कि वो मगरबी तालीम हासिल करें. 1857 അഥവാ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു സമരത്തിന് ശേഷം ഇന്ത്യയെ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാർ കീഴടക്കിയത് കൊണ്ട് തന്നെ ഇവിടെ അവരുടെ അധ്യാപനങ്ങൾ അവരുടെ സ്കൂൾ സിസ്റ്റത്തിൽ ലയിക്കുക എന്നല്ലാതെ, അവരുടെ അധ്യാപനങ്ങൾ പഠിക്കുക എന്നല്ലാതെ മറ്റൊരു രക്ഷയില്ലായിരുന്നു. ആ സമയത്ത് ഈ സിയാസി ഇൻകലാബ് और मगरबी उलूम की वजह से अदबियों और शायरों में नया शूर पैदा हुआ. അപ്പോൾ ഈ ഒരു വെസ്റ്റേൺ അധ്യാപനങ്ങൾ കാരണത്താൽ തന്നെ ഇവിടെ കവികളിൽ ഒരു പുതിയൊരു ബോധം ഉത്ഭവിച്ചു. और रुबाई में ऐसे मज़ामीन कहे जाने लगे जो उससे पहले कभी नहीं कहे गए थे. മുമ്പൊന്നും പറയപ്പെടാത്ത മറ്റു പല വിഷയങ്ങളും റുബായി എഴുത്തിൽ അവർ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഐസ ഷായറോമെ മൗലാന അൽത്താഫ് ഹുസൈൻ ഹാലി ഖാസ് തോർ പർ കാബിലെ സിക്ർ ഹെ. അങ്ങനെ മുമ്പ് ആരും എഴുതാത്ത പല വിഷയങ്ങളും കൊണ്ടുവന്ന ഒരു കവിയാണ് അൽത്താഫ് ഹുസൈൻ ഹാലി. നമ്മൾ പലതവണ പറഞ്ഞതാണ്. ഹാലിനെ ജഹാ അഖ്ലാഖി ഫൽസഫിയാന റുബായിയാ കഹി വഹാ ഇസ്ലാഹി और സിയാസി റുബായിയാ कहकर कौम को सुधारने की कोशिश की. അദ്ദേഹം വളരെ മോറലായിട്ടുള്ള അതേപോലെ ഫിലോസഫിക്കലായിട്ടുള്ള പല റുബായികളും പാടിയിട്ടുണ്ട് പണ്ടത്തെ പോലെ തന്നെ. എങ്കിലും കൂടെ തന്നെ സമൂഹത്തെ സമുദ്ധാരണം നടത്തുന്ന നവോത്ഥാനത്തിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയമായ ബോധം കൊണ്ടുവരുന്ന പല റുബായികളും അദ്ദേഹം പാടിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത. അതിനുള്ളൊരു ഉദാഹരണമാണ് ഇൽമുക്കിയാത്തൂനെ മുൽക്കോങ്കോ നിഹാൽ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കവിതയും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിറാഖ് ഗോരഖ്പൂരിയാണ് അടുത്തത് പ്രത്യേകം എടുത്തു പറയേണ്ടത്. ഫിറാഖ് ഗോരഖ്പൂരിനെ ഉറുദു മേ ആല ദർജയ്ക്ക് റുബായിയാ കാ ഇസാഫ കിയാ ഹെ. വളരെ ഹൈ ക്വാളിറ്റിയിലുള്ള
വളരെ അർത്ഥകർമ്മമായിട്ടുള്ള കവിതകളാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. उन्होंने रुबाइयों में अपने महबूब के सरापा बयान किए हैं और ഹിന്ദുസ്ഥാനി ജിന്ദഗി കാ അക്സ് ഉത്താറാ ഹെ. അദ്ദേഹം തൻ്റെ മെഹബൂബിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയും ഇന്ത്യയിലെ ജീവിതത്തെ, അങ്ങനെ തൻ്റെ മെഹബൂബാകുന്ന ഇന്ത്യ എന്ന ജീവിതത്തെ ഇന്ത്യയെ തൻ്റെ മെഹബൂബാക്കി അവതരിപ്പിക്കുകയും ഇന്ത്യയിലെ ജീവിതത്തെ അദ്ദേഹം അതിനെ പ്രതിഫലിപ്പിക്കും വിധം, അതിനെ പ്രതിഫലിപ്പിക്കും വിധത്തിലുള്ള ഒരു എഴുത്താണ് തൻ്റെ കവിതയ്ക്ക് വിഷയമാക്കി കൊണ്ടുവന്നത്. अगर कहा जाए कि फ़िराक ने उर्दू रुबाई को नई ज़ुबान दी है तो गलत न होगा. ഉറുദു റുബായിക്ക് ഇദ്ദേഹം അഥവാ ഫിറാഖ് ഗോരഖ്പൂരി ഒരു പുതു ജീവിതം അല്ലെങ്കിൽ പുതിയ വിഷയം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ജീവനാണ് ഇദ്ദേഹം എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും തെറ്റായി പോവില്ല. वो पहले शायर हैं जिन्होंने हिंदी अल्फाज का इतनी कसरत से इस्तेमाल किया और फिर अल्फाज के इस्तेमाल में पूरे सलीके से काम लिया. അദ്ദേഹമാണ് ഏറ്റവും ആദ്യം, ഇങ്ങനെ നമുക്ക് പറയാം, ഏറ്റവും ആദ്യം കൂടുതൽ ഹിന്ദി പദങ്ങൾ ഉറുദുവിലേക്ക് കൊണ്ടുവരികയും ഉപയോഗിക്കുകയും അതിനെ പൂർണ്ണമായ രീതിയിൽ, വിജയകരമായ രീതിയിൽ അതിനെ ഉറുദുവിലാക്കി, ഉറുദു എന്ന അച്ചിലിട്ട് വാർത്തെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് റുബായി എന്ന ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി ഖിത്അ റുബായിയുടെ പോലെ തന്നെ ഖിത്അ गज़ल के दो या दो से ज़ायद ऐसे अशआर जिनमें कोई मज़मून या ख़याल तसलसल के साथ पेश किया गया हो ഖിത്അ कहा जाता है. ഗസലിൽപ്പെട്ടത് തന്നെയായ അല്ലെങ്കിൽ ഗസലിൻ്റെ പോലെയുള്ള രണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടിനേക്കാൾ കൂടുതലുള്ള ഇത്തരത്തിലുള്ള ഷെയറുകൾ, കവിതകൾ, അതിൽ എന്ത് വിഷയങ്ങളുമാവാം, എന്ത് ചിന്തകളുമാവാം, അതിങ്ങനെ തസൽസുൽ കേസാത്ത്, ഒരു തസൽസുൽ വേണം, ഒരു ചെങ്ങലയായിട്ട് ഒന്നിന് പിറകെ ഒന്ന്, അതിനെ ഒരു കോർവയോടുകൂടെ അവതരിപ്പിക്കപ്പെട്ടതാണെങ്കിൽ അതിനെ ഖിത്അ എന്ന് പറയാം. ഗസൽ കോ ഷായർ അഗർ അപ്നെ ഖയാൽ കോ ഏക് ഷെയർ മേ മുക്കമ്മൽ നഹി കർ പാത്ത. അപ്പോൾ ഗസലിലാണെങ്കിൽ ഒരു മൗസൂഇനെ, ഒരൊറ്റ വിഷയത്തെ ഒരൊറ്റ കവിതയിലായിട്ട് ചുരുക്കണം, ഒരൊറ്റ ഷെയറിലായിട്ട് ചുരുക്കണം. എന്നാൽ ഒന്നിലധികം കവിതകൾ അദ്ദേഹത്തിന്, ഒന്നിലധികം ഷെയറുകൾ അദ്ദേഹത്തിന് ഒരു വിഷയം അവതരിപ്പിക്കാൻ ആവശ്യമായി വന്നാൽ അത്തരത്തിലുള്ള കവിതകൾ ഗസലിലല്ല പെടുന്നത്, മറിച്ച് അത് ഖിത്അ എന്ന തരത്തിലാണ്, ഖിത്അ എന്ന ഗണത്തിലാണ് അത് ഉൾപ്പെടുന്നത്. ഗസൽ ഗു ഷായർ അഗർ അപ്നെ ഖയാൽ കോ एक शेर में मुकम्मल नहीं कर पाता था तो एक से ज़्यादा अशआर में ख़याल अदा करके उसे क़िता बंद कर देता था. അപ്പോൾ ഒരു ഗസൽ കവിക്ക് ഒരു കവിതയിൽ തൻ്റെ ചിന്തകൾ പങ്കുവെക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒന്നിലധികം ഉപയോഗിക്കുന്നു, അത് ഖിത്അ എന്ന ശൈലിയിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. और इसके लिए ഖാഫ് की अलामत लगा दी जाती है. ഖിത്അയാണെങ്കിൽ ഗസലിനിടയിൽ ഖിത്അ കൊണ്ടുവരികയാണെങ്കിൽ, ഗസലിനിടയിൽ ഖിത്അ കൊണ്ടുവരികയാണെങ്കിൽ പ്രത്യേകമായിട്ടൊരു ഖാഫ് എന്ന ചിഹ്നവും അതിന് കൊടുക്കാറുണ്ട്. ലേക്കിൻ ജദീദ് ഷായരി മേ ദോ അഷ്ആർ യാ ചാർ മിസ്റാओं के ഖിത്അ को एक അലാഹിദ സിൻഫ് की हैसियत हासिल हो गई है. പക്ഷേ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെ എഴുത്തിൽ ഇങ്ങനെ രണ്ടിലധികമോ ഇങ്ങനെ ഖിത്അകളാക്കി എഴുതുന്നത് വേറെ അതിന് പ്രത്യേകം ഒരു സ്റ്റാറ്റസ് തന്നെ, പ്രത്യേകം ഒരു ഹൈസിയത്ത് തന്നെ, ഒരു സ്ഥാനം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഖിത്അ മേ ദോ സെ സിയാദ അഷ്ആർ ബി ഹോ സക്തേ ഹൈ. ഈ നിലവിലുള്ള കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത് ഖിത്അ എന്നതിന് രണ്ടിനേക്കാൾ കൂടുതൽ വരികളുമാവാം. ഖിത്അ സെ ഹമാരി മുറാദ് വോ സിൻഫെ സുഖൻ ഹെ. ഖിത്അ എന്നതുകൊണ്ട് നിലവിൽ പുതിയ കാലത്ത് ഖിത്അ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ജിസ്മേ ഷാഇർ ദോ യാ ദോ സെ സിയാദ അഷ്ആർ കോ ഖയാൽ और मजमून के एतबार से തസൽസുൽ के साथ पेश किया है. രണ്ടിലധികമോ വരികളെ ഷെയറുകളിൽ തൻ്റെ ചിന്തകളെ അല്ലെങ്കിൽ ഒരു വിഷയത്തെ ഒരു വിഷയാധിഷ്ഠിതമായിട്ട് വളരെ കോർത്തിണക്കിക്കൊണ്ട്
ഒന്ന് ഓരോന്നും ഓരോ വരികളും പരസ്പരം ബന്ധിച്ചുകൊണ്ട് ഒന്ന് മറ്റൊന്നിനോട് ബന്ധമുണ്ടാകും. അത്തരത്തിലിങ്ങനെ ഒരു തസൽസുലോടുകൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ഖിത്അ എന്ന് പറയുന്നത്. ഖിത്അ और ഗസൽ में बुनियादी फ़र्क ये है, അതിലെ അടിസ്ഥാനികമായിട്ടുള്ള വ്യത്യാസം ഇതാണ് कि ഖിത്അ के तमाम अशआर मानवी एतबार से एक दूसरे से मुंसलिक होते हैं. അപ്പോൾ ഖിത്അയും ഗസലും തമ്മിൽ എവിടെയാണ് വേർപ്പെടുന്നത്? അത് അതിൻ്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിൻ്റെ ഇടയിൽ കലർന്നതായിരിക്കും, അഥവാ ഒന്നിൻ്റെ ബാക്കിയായിട്ടാണ് മറ്റൊന്നായിട്ട് വരിക. പിന്നെ ജബ്കെ ഗസൽ കെ ഹർ ഷെയർ കി ഏക് ആസാദ് ഓർ ജുദാ ഗാന ഹൈസിയത്ത് ഹോത്തി ഹെ. എന്നാൽ ഗസലിലാണെങ്കിലോ ഓരോ കവിതകളും സ്വതന്ത്രമാണ്. ഒന്ന് മറ്റൊന്നിനോട് കൂട്ടിയോജിപ്പിക്കാൻ നാം ശ്രമിക്കുകയാണെങ്കിൽ സാധിക്കില്ല. ഖിത്അ അഹമ്മിയത്ത് എന്താണ്? ഖിത്അയുടെ പ്രാധാന്യമെന്ന് നോക്കാം. റുബായിക്ക് തറഹ് ഖിത്അ ഭി ദോ അശ്ആർ യാ ചാർ മിസ്റോं का होता है. 2 ഷെയറോ അല്ലെങ്കിൽ 4 മിസ്റോ ഒക്കെ ഉള്ളതായിരിക്കാം റുബായിയും. റുബായി में पहला दूसरा और चौथा मिसरा हम काफिया होता है. റുബായിൽ ഒന്നാമത്തെ രണ്ടാമത്തെ നാലാമത്തെ മിസ്റകൾ ഒരേ കാഫിയൊത്തതാകും. ജബ്കെ ഖിത്അ റുബായിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതായിരുന്നു, ഒന്നാമത്തെ രണ്ടാമത്തെ നാലാമത്തെ മിസ്റകൾ ഒരേ കാഫിയാകണം. എന്നാൽ ഖിത്അയിലാണെങ്കിലോ ജബ്കെ ഖിത്അ में दूसरा और चौथा मिसरा हम काफिया होना ज़रूरी है. ഖിത്അയിലാണെങ്കിൽ രണ്ടാമത്തതും നാലാമത്തതും ഒരേ കാഫിയൊത്തതാവണം. യാനി ആം തൗർ സെ ഖിത്അ में मतला नहीं होता. അപ്പോൾ ഖിത്അയിൽ നമുക്ക് മത്ല കണ്ടെത്താനാകില്ല. മത്ല കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മിസ്റകൾ ഒരേ കാഫിയാവണം. ഇതിൽ രണ്ടാമത്തെയും നാലാമത്തെയും മാത്രമേ ഒരേ കാഫിയ ഒത്തതാവുകയുള്ളൂ. റുബായിക്ക് ഏക് ബഹർ മഖ്സൂസ് ഹെ. പിന്നെ റുബായിക്ക് ഹസ്ജി എന്നൊരു ബഹർ പ്രത്യേകമായിട്ടുണ്ട് എങ്കിൽ ജബ്കെ ഖിത്അ കിസി ബി ബഹർ മേ കഹാ ജാ സക്താ ഹെ. ഏത് ബഹറിലും വേണമെങ്കിൽ ഖിത്അ പറയാൻ സാധിക്കും. ഇനി ചില ആളുകളുടെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. അഖ്തർ അൻസാരിനെ അപ്നി ഖിത്അാത് കി വജാ സെ ബഡി ഷുഹ്റത്ത് ഹാസിൽ കി. അഖ്തർ അൻസാരി തൻ്റെ ഖിത്അയിലൂടെ വളരെ പ്രസിദ്ധി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മാന और മസ്മൂൻ കെ എത്തിബാർ സെ ഉൻകെ ഖിത്അാത് ആലാ ദർജ കെ ഹോത്തെ ഹെ. അതിൻ്റെ അർത്ഥങ്ങൾ വളരെ അർത്ഥഗർഭമായിട്ടുള്ള പ്രവിശാലമായ അർത്ഥങ്ങളുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. हम क़िता के ज़रिए एक मुख्तसर नज़म को समेट कर छोटा बना देते हैं. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു ഖിത്ത പറയുന്നതിലൂടെ ഒരു ചെറുകഥയെ 2 വരിയിലാക്കിയിട്ട് ഒരു ചെറു കവിതയാക്കിയിട്ട് നാം ആ കഥയെ ഒരുമിച്ച് കൂട്ടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ इन्हीं क़ित्आ को शायर 4 मिसराओं में एक मुकम्मल ख़याल को पूरी शिद्दत और तअसीर के साथ पेश करने की कोशिश करता है. നമ്മൾ റുബായിൽ പറഞ്ഞതുപോലെ തന്നെ ഖിത്അ പാടുന്നവരും തൻ്റെ 4 വരി കവിതയാണെങ്കിൽ കൂടെ അതിൽ വളരെ കൂടുതൽ അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ അർത്ഥവത്തായ ഒരു കവിതയാക്കിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കും. അഹമ്മദ് നദീം കാസിമി ഭി അപ്നെ ഖിത്അാത് കെ ലിയെ മഷഹൂർ ഹെ. തൻ്റെ ഖിത്അയിൽ പ്രസിദ്ധനായ ഒരാളാണ് അഹമ്മദ് നദീം കാസിമിയും. और दौर हाजिर में शुआरा नए मज़ामीन को ഖിത്അാത് में पेश कर रहे हैं. പുതിയ പല വിഷയങ്ങളും ഈ പുതിയ കാലഘട്ടത്തിൽ ഖിത്അകളായിട്ട് കൊണ്ടുവരാറുണ്ട്. മിസാൽ കെ തോർ പർ വസീം ബറേൽവി का एक मशहूर ഖിത്അ. വസീം ബറേൽവിയുടെ ഒരു പുതിയ ഖിത്അയാണ് टूटी हुई कब्रों पर बाल बिखराए जब कोई माह जबीन रोती है. मैं ये अक्सर ख्याल करता हूँ मौत कितनी हसीन होती है എന്ന തൻ്റെ കവിത. कोई माह जबीन रोती है मैं ये अक्सर ख्याल करता हूँ मौत कितनी हसीन होती है. പറയുന്നത് എന്താ വെച്ചാൽ ടൂട്ടി ഹുയി കബ്രോം പർ, ഒരു പൊട്ടിപ്പിളർന്ന എന്നാൽ ഇങ്ങനെയായിരിക്കും ആശയം. അഥവാ പല വിധത്തിൽ ഒരു മഹാനായ പണ്ഡിതൻ്റെ ഖബറിൻ്റെ അടുത്ത് ചെന്ന് നിരന്തരം അവരോട് പൊട്ടിക്കരഞ്ഞ് അവിടെ പ്രാർത്ഥനകൾ അർപ്പിച്ച് അങ്ങനെ ആ ഖബർ പിളരാണ്. അങ്ങനെ പിളർന്ന ആ ഖബറിന്മേൽ ബാൽ ബിഖ്രായെ തൻ്റെ മുടികൾ പരത്തിയിട്ടുകൊണ്ട്, ഒരു സ്ത്രീ തൻ്റെ മുടികൾ പരത്തിയിട്ടുകൊണ്ട് ജബ് കോയി മാഹെ ജബീൻ റോത്തി ഹെ, എപ്പോഴാണ് തൻ്റെ മുടികൾ ഇങ്ങനെ പരത്തി ഇട്ടുകൊണ്ട് ഒരു
മാഹെ ജബീൻ, നല്ല പരന്ന നെറ്റിയുള്ള, നല്ല ചന്ദ്രൻ്റെ പോലത്തെ നെറ്റിയുള്ള അഥവാ സുന്ദരമായ മുഖമുള്ള എന്നാണ് അർത്ഥം. സുന്ദരമായ മുഖമുള്ള ഒരു സ്ത്രീ ഇങ്ങനെ കരയുന്ന സമയത്ത് ഈ ഖബറുകൾ ചെന്ന് വലിയ വലിയ ആളുകളുടെ ഖബറുകൾ ചെന്ന് ഇങ്ങനെ സുന്ദരിയായ സ്ത്രീകൾ തനിക്ക് വന്ന ദുഃഖത്തിൽ, തനിക്ക് വന്ന വേദനകൾ ആലോചിച്ചുകൊണ്ട്, തനിക്ക് വല്ല പരാതിയും ബോധിപ്പിച്ചുകൊണ്ട് ഇവിടെ ഖബറുകൾ പൊട്ടിക്കരയുന്ന സമയത്ത് മൈ അക്സർ ഖയാൽ കർത്താ ഹൂം, ഞാൻ അധികവും ഇത് ചിന്തിക്കാറുണ്ട്. മൗത്ത് കിത്നി ഹസീൻ ഹോത്തി ഹേ, മരണമെന്നത് എത്ര സുന്ദരമാണ് എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഇത്ര സുന്ദരികളായ സ്ത്രീകൾക്ക് പോലും ഇത്രയധികം പൊട്ടിക്കരഞ്ഞ് പറയാനുണ്ട് എങ്കിൽ, ഇത്രയും അവർക്ക് പരാതികളുണ്ട് എങ്കിൽ, ഈ ദുന്യാവ് ഈ ആർക്കാണ് ഇത്ര സുന്ദരമാവുക, ഇത്ര രസകരമായി തോന്നുക? ഞാനും മരണമാണ് ഇതിനേക്കാൾ നല്ലത് എന്ന് ചിന്തിക്കാറുണ്ട് എന്ന് അദ്ദേഹം പാടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ ചോദ്യോത്തരങ്ങളാണ്. ഇഖ്തിതാമി സവാലാത്ത് 10 ചോദ്യങ്ങളുണ്ട്. അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എഴുതണം ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.